നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾക്ക് എല്ലാവർക്കും സന്താന സൗഭാഗ്യം ഉണ്ടാവണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അമ്മേ. എന്റെ ആഗ്രഹവും ഇത് തന്നെയാ. ഞാനിത് സ്വാമിജിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോ സ്വാമിജി പറയുന്നത് നമ്മുടെ ആഗ്രഹം നിവർത്തിക്കുന്നതിനായി ഇവിടെ നമ്മുടെ വീട്ടില് ഒരു ശ്രീശങ്കരയാഗം നടത്തണമെന്നാ. അതിനെന്താ, നടത്താലോ. പക്ഷെ അതിനു മുമ്പ് ആത്മാനന്ദ സ്വാമിജിയെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി നേരിട്ടൊന്ന് കാണണം. പോകുമ്പോ തനിച്ചു പോകാനും പാടില്ല. കുടുംബത്തിലെ ഏതെങ്കിലും മരുമകളെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ആരെ കൂട്ടിക്കൊണ്ട് പോകാനാ? പാർവതി ഉണ്ടല്ലോ. പാർവതി. അയ്യോ സർ, എനിക്കിവിടെ ഒത്തിരി ജോലികളുണ്ട്. അമ്മേ, ഞാൻ വരാം. അല്ല, പല്ലവിയെ കൂട്ടിക്കൊണ്ടുപോയാ ഗാർഗി പരാതി പറയൂലേ? ഇവൾക്കെന്താ ഗാർഗിയോട് പെട്ടെന്നൊരു സ്നേഹം? അത് ശരിയാ, അവള് ചിലപ്പോ പരാതി പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എല്ലാവരെയും ഒരുമിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എനിക്കൊപ്പം ഒരു മരുമകൾക്ക് മാത്രമേ ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. എങ്കിൽ ആ മരുമകളും ഞാൻ തന്നെയാ. ഗാർഗിയോട് എന്തെങ്കിലും മറുപടി പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ 3 മരുമക്കളുടെയും പേരുകൾ എഴുതി നമുക്ക് നറുക്കിടാം. അതിൽ ആരുടെ പേരാണോ വരുന്നത് ആ ആള് എന്റെ ഒപ്പം പോരട്ടെ. അപ്പൊ പിന്നെ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ. അതിന്റെ ആവശ്യമുണ്ടോ? വേണം മോളെ, അതാണ് അതിന്റെ മര്യാദ. അറിയാ, നീ അതിന്നൊരു പേപ്പർ എടുത്ത് അതില് പാർവതിയുടെയും പല്ലവിയുടെയും ഗാർഗിയുടെയും ഒക്കെ പേരുകൾ എഴുതി ഒരു നറുക്കാക്കിത്ത. ഞാൻ അതിൽ നിന്നും ഒരെണ്ണം നറുക്കെടുക്കാം. ശരി ആന്റി. പാർവതി, ദേ പാർവതി, നിന്റെ പേരാ വന്നിരിക്കുന്നത്. ഇനി നീ ഒഴിവ് പറയരുത്. ഇവിടുത്തെ ജോലിയൊക്കെ മറ്റുള്ള ആരെങ്കിലും ചെയ്തോളും. എന്താ പാർവതി ഒന്നും മിണ്ടാത്തെ? വിശാലെ, നീ ഒന്ന് പറഞ്ഞേ. പാർവതി വരൂ അമ്മേ. പാർവതി മാത്രമല്ല, ഇവൾക്കൊപ്പം ഞാനും വരുന്നുണ്ട്. എന്നാ നിങ്ങൾ പോയി റെഡിയാവും. വാ പാർവതി, നമുക്ക് പോയി റെഡിയാവാം. ഞങ്ങൾ ഇപ്പൊ വരാമേ. വാ, നടക്കാം. ഒരു ഭഗീരഥ പ്രയത്നം ഒഴിഞ്ഞു. എന്തായാലും പാർവതി എനിക്കൊപ്പം വരാമെന്ന് സമ്മതിച്ചല്ലോ. അവൾക്കൊപ്പം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വിശാലം വരാൻ തയ്യാറായി.
അത് നന്നായി. പാർവതിക്കൊപ്പം തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. രണ്ടുപേരെയും കൂട്ടി ആത്മാനന്ദ സ്വാമിയുടെ മുന്നിലെത്തിയാൽ ബാക്കിയെല്ലാം സ്വാമിജി നിറവേറ്റിത്തരും, അതുറപ്പാ. പക്ഷേ ആ വിൽപത്രവും മറ്റു ഡോക്യുമെന്റ്സും കൂടെ കിട്ടണമല്ലോ. അതെവിടെ നിന്ന് കിട്ടും? എങ്ങനെ കണ്ടെത്തും? അമ്മേ, മോളെ, നീ ഹാപ്പി അല്ലേ? അമ്മേ, അമ്മ എന്താ എന്നെ ശ്രീശങ്കര യാഗത്തിന് കൂട്ടിക്കൊണ്ടു പോവാത്തത്? ഞാനല്ലേ അമ്മയോടൊപ്പം വരേണ്ടത്? ഇവിടെ എന്റെ കുഞ്ഞിന്റെ കളിച്ചിരി ഒച്ചകളല്ലേ ആദ്യം കേൾക്കേണ്ടത്. അപ്പോ അമ്മ എന്നെയായിരുന്നു ആദ്യം കൂട്ടിക്കൊണ്ടു പോവേണ്ടിയിരുന്നത്. അതിന് പകരം ചീട്ടെഴുതിയിട്ട് ആളെ കണ്ടെത്തിയിരിക്കുന്നു. അത് വേണ്ടായിരുന്നു. ആ വിൽപത്രവും ഡോക്യുമെന്റ്സും പാർവതി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇവൾക്കറിയാമായിരിക്കും. തന്ത്രപൂർവ്വം ഇവളെ കൊണ്ട് അതെടുപ്പിക്കാം. അമ്മ എന്തോന്നും മിണ്ടാത്തത്? ആഹാ, ആ യാഗത്തിന്റെ ഐശ്വര്യം എനിക്കും എന്റെ കുഞ്ഞിനും കിട്ടണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? കൊള്ളാം. ഞാനത് ആഗ്രഹിക്കാതിരിക്കോ മോളെ? യാഗത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ഭാഗ്യവും ഐശ്വര്യവും നിനക്കുണ്ടാവണമെന്നാ എന്റെ ചിന്ത. അതെങ്ങനെ കിട്ടും മോളെ? അതിനൊരു മാർഗമുണ്ട്. മോള് ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ദേ, വലിയ ഭാഗ്യം തന്നെ മോൾക്ക് വന്നു ചേരും. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? മോളെ, നിന്റെ ചേച്ചിയുടെ കയ്യില് ആചാര്യ വക്കീല് കൊടുത്ത ഒരു സഞ്ചി ഉണ്ടല്ലോ, പണം കായ്ക്കുന്ന മരം എന്ന് എഴുതിയ ഒരു സഞ്ചി. അതിനകത്ത് വിൽപത്രവും ഇവിടുത്തെ സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സും ആണെന്ന് അറിയില്ലേ? അതറിയാം. മോൾ ആദ്യം അതെടുത്തിട്ട് വാ. അതിനുള്ളിലാണോ ഭാഗ്യമുള്ളത്? പറയാം. ആ, ആദ്യം ഞാൻ പറഞ്ഞത് പല്ലവി അനുസരിക്കാം. വേഗം പോയി അതെടുത്തിട്ട് വാ. അമ്മയുടെ പൊന്നല്ലേ, ചെല്ലും മോളെ. ശരി അമ്മ, ഞാൻ പോയി അതിപ്പോ എടുത്തിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.